കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 25 ചൊവ്വാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയും ബഹ്റിനും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വൻ വളർച്ച. 2024 അവസാന പാദത്തിലാണ് ബഹ്റിനും അയൽരാജ്യമായ സൗദിയും തമ്മിൽ നടത്തിയ വ്യാപാരം 10.5 ബില്യൺ സൗദി റിയാലിലെത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യയുടെ ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പുതിയ കണക്കുകളാണ് ഇരുവരും തമ്മിലുള്ള വ്യാപാര തോത് പുറത്തുവിട്ടത്. ബഹ്റിൻ ഈ കാലയളവിൽ 2.1 ബില്യൺ സൗദി റിയാലിൻ്റെ സാധനങ്ങളാണ് സൗദിയിലേക്ക് കയറ്റി അയച്ചത്. അതേസമയം 8.4 ബില്യൺ റിയാലിൻ്റെ വസ്തുക്കൾ സൗദി ബഹ്റിനിലേക്കും കയറ്റി അയച്ചു. GCC രാജ്യങ്ങളിൽ നിന്നായി ആകെ ഇക്കാലയളവിൽ സൗദി ഇറക്കുമതി ചെയ്തത് 18.3 ബില്യൺ റിയാലിൻ്റെ വസ്തുക്കളാണ്. അതേസമയം കയറ്റുമതി ചെയ്തത് 39.5 ബില്യൺ റിയാലിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. സൗദിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിൽ UAEയും ഒമാനുമാണ് മുന്നിലുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നടത്തിയ പരിശോധനയിൽ 16 നിയമലംഘകരായ തൊഴിലാളികളെ പിടികൂടുകയും നേരത്തെ പിടിയിലായ 52 പേരെ നാടുകടത്തുകയും ചെയ്തു. മാർച്ച് 16 മുതൽ 22 വരെ 957 പരിശോധനാ ക്യാമ്പയിനുകളാണ് LMRA നടത്തിയത്. പരിശോധനയിലുടനീളം പലയിടത്തും താമസ നിയമലംഘനങ്ങൾ കാണപ്പെട്ടതായും നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും LMRA പറഞ്ഞു. രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ സർക്കാർ തലത്തിൽ അന്വേഷണങ്ങളും പരിശോധനകളും തുടരുമെന്നും അതോറിറ്റി അറിയിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് തൊഴിലാളികൾക്കായി 3ാമത്തെ ഇഫ്താർ മീറ്റ് നടത്തി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സുമായി സഹകരിച്ച് ആസ്കറിലെ സെബാർക്കോ കമ്പനിയുടെ താമസ സ്ഥലത്ത് വെച്ച് സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിൽ 250-ലധികം തൊഴിലാളികൾക്ക് ഇഫ്താർ പാക്കറ്റുകൾ വിതരണം ചെയ്തു. ICRF വൈസ് ചെയർമാൻ പ്രകാശ് മോഹൻ, ജനറൽ സെക്രട്ടറി അനീഷ് ശ്രീധരൻ, ഉപദേഷ്ടാവ് ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി ജവാദ് പാഷ, അരുൾദാസ് തോമസ്, ഇഫ്താർ കോർഡിനേറ്റർ സിറാജുദ്ദീൻ, മുരളീകൃഷ്ണൻ, അജയ് കൃഷ്ണൻ, നൌഷാദ്, നാസർ മഞ്ചേരി, ഫൈസൽ, കാസിം പടത്തക്കയിൽ, പങ്കജ് മാലിക്, സുനിൽകുമാർ എന്നിവരും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രതിനിധികളും വിതരണത്തിൽ പങ്കെടുത്തു. ബഹ്റിനിലെ 7 ആർട്സ് കൾച്ചറൽ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സിത്ര മാമീറിലുള്ള റിയൽ വാല്യൂ കോൺട്രാക്ടിംഗ് കമ്പനിയുടെ അക്കോമഡേഷനിൽ വെച്ച് 200-ൽ പരം തൊഴിലാളികൾക്കായി മലബാർ ഗോൾഡിൻ്റെ സഹകരണത്തോടെ ഇഫ്താർ സംഗമം നടത്തി. പ്രസിഡന്റ് ജേക്കബ് തേക്കത്തോട്, ചെയർമാൻ മനോജ് മയ്യന്നൂർ, ജനറൽ സെക്രട്ടറി MC പവിത്രൻ, രക്ഷാധികാരി മോനി ഓടിക്കണ്ടത്തിൽ, ട്രഷറർ തോമസ് ഫിലിപ്പ്, വൈസ് പ്രസിഡന്റുമാരായ സത്യൻ കാവിൽ, വിപിൻ മാടത്തേത്ത്, ജോയിന്റ് സെക്രട്ടറി ജയേഷ് താനിക്കൽ, കമ്മ്യൂണിറ്റി സെക്രട്ടറി മണിക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. സമസ്ത ബഹ്റിൻ ഗുദൈബിയ ഏരിയയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ 800-ലധികം വിശ്വാസികളും മതസാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. ചടങ്ങിൽ സമസ്ത ബഹ്റിൻ കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി SM അബ്ദുൽ വാഹിദ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ഗുദൈബിയ ഏരിയ ജനറൽ സെക്രട്ടറി സനാഫ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു. സംഗമത്തിൽ പൊതുപരീക്ഷയിൽ 7ാം ക്ലാസ്സിൽ ടോപ്പ്+ നേടി ഉന്നത വിജയം നേടിയ ആതിഫ് അബ്ദുൽ മുജീബിനെ സമസ്ത ബഹ്റിൻ കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി അബ്ദുൽ വാഹിദ് ഗോൾഡ് മെഡൽ നൽകി ആദരിച്ചു. കൂടാതെ ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ് നേടിയ വിദ്യാർത്ഥികളെയും പഠിപ്പിച്ച അധ്യാപകരെയും കമ്മിറ്റി അംഗങ്ങളും ഏരിയ നേതാക്കളും അനുമോദിച്ചു. ഹംസ അൻവേരി മോളൂർ പ്രാർത്ഥന നിർവഹിച്ചു. സമസ്ത ബഹ്റിൻ ഗുദൈബിയ ഏരിയ ഓർഗനൈസിംഗ് സെക്രട്ടറി മുസ്തഫ MM നന്ദി രേഖപ്പെടുത്തി. സാമ്പത്തിക ചൂഷണത്തിന് ഇരയാകുന്ന പ്രവാസികളെ സഹായിക്കാനായി രൂപം കൊണ്ട പലിശവിരുദ്ധ സമിതി ജമാൽ ഇരിങ്ങൽ ചെയർമാനായും യോഗാനന്ദൻ കശ്മിക്കണ്ടി ജനറൽ സെക്രട്ടറിയായി പുനഃസംഘടിപ്പിച്ചു. പ്രവാസി സെന്ററിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ നാസർ മഞ്ചേരി, ഷാജി മൂതല, മനോജ് വടകര എന്നിവരെ വൈസ് ചെയർമാൻമാരായും ദിജീഷ് കുമാറിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. അഷ്കർ പൂഴ്ത്തല, സലാം മമ്പാട്ടുമൂല, അനസ് റഹീം, ഫൈസൽ പട്ടാണ്ടി എന്നിവർ കൺവീനർമാരാണ്.
ബദറുദ്ദീൻ പൂവാറാണ് PR ആൻഡ് മീഡിയ സെക്രട്ടറി. സുബൈർ കണ്ണൂർ, PV രാധാകൃഷ്ണപിള്ള, അഡ്വക്കേറ്റ് ബിനു മണിൽ, ഹബീബ് റഹ്മാൻ, ബിനു കുന്നന്താനം, ബഷീർ അമ്പലായി, ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ സമിതിയുടെ രക്ഷാധികാരികളാണ്. നിരവധി പ്രവാസികൾ പലിശ മാഫിയയുടെ ചൂഷണത്തിന് വിധേയമാവുകയും പരാതികളുമായി സമീപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സാമൂഹിക വിപത്തിനെതിരെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ആവശ്യമെന്ന് യോഗത്തിൽ സംസാരിച്ചവർ കൂട്ടിച്ചേർത്തു. സമിതിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 31950796, 33748156, 33882835 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പാചക ജോലിക്കായി ബഹ്റൈനിലെത്തി വിസയും ജോലിയും ഇല്ലാതിരുന്ന മാഹി സ്വദേശിയെ MM ടീമിന്റെ നേതൃത്വത്തിൽ നാട്ടിലേക്ക് അയച്ചു. ഇദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് ചെന്ന് സ്ഥിതിഗതികൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് MM ടീം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇതിൽ ഇടപെട്ടത്. താമസ സംബന്ധമായി വന്ന പിഴകൾ അടച്ചും വിമാന ടിക്കറ്റ് എടുത്തു നൽകിയും അവശ്യ സാധനങ്ങൾ അടങ്ങിയ ഗൾഫ് കിറ്റ് നൽകിയുമാണ് ഇയാളെ നാട്ടിലേക്ക് അയച്ചതെന്ന് MM ടീം ഭാരവാഹികൾ അറിയിച്ചു. ഖുറാനിനെ പഠിച്ചും പഠിപ്പിച്ചും റിസാലി സ്റ്റഡി സർക്കിൾ സംഘടിപ്പിച്ചു വരുന്ന ഖുറാൻ പാരായണ മനപ്പാഠ മത്സരമായ 8ാമത് എഡിഷൻ തർത്തിൽ 25ന്റെ സോൺ തല മത്സരങ്ങൾ ബഹ്റൈനിൽ സമാപിച്ചു. ഖുറാൻ പാരായണത്തിന് പുറമെ ഖുറാൻ ക്വിസ്, റിഹാബുൽ ഖുറാൻ, സെമിനാർ, മുബാഹസ തുടങ്ങിയ മത്സര ഇനങ്ങളും തർത്തിലിന്റെ ഭാഗമായി നടന്നിരുന്നു. റിഫ, മുഹ്റഖ്, മനാമ എന്നിങ്ങനെ 3 സോണുകളായി നടന്ന മത്സരത്തിൽ 50ലധികം മത്സരാർത്ഥികൾ 5 വിഭാഗങ്ങളിലായി പങ്കെടുത്തു. പരിപാടികൾക്ക് പരിസമാപ്തി കുറിച്ച് 3 സോണുകളിലും ഇഫ്താർ സംഗമങ്ങൾ നടന്നു. സോൺ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയവർ മാർച്ച് 28-ന് സഹലയിലെ അൽമാജിക് സ്കൂൾ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന നാഷണൽ തർത്തിലിൽ മത്സരിക്കും.